രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മൂന്നാം ഘട്ടത്തിൽ ഗുജറാത്തിലാണ് ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ളത്. പ്രധാനമന്ത്രി നാളെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഗുജറാത്തിലെ 25 ലോക്സഭാ മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 11ഉം ഉത്തർപ്രദേശിലെ 10ഉം മധ്യപ്രദേശിൽ 9ഉം ഛത്തീസ്ഗഡിലെ 7ഉം ബീഹാറിൽ 5ഉം അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലും ഗോവയിൽ 2 മണ്ഡലങ്ങളിലും കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹാവേലി, ദാമൻ ദിയുവിലെ 2 മണ്ഡലങ്ങളുമാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നിരവധി പ്രമുഖർ മത്സരിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ 1350 സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം വികസന നേട്ടങ്ങൾ ഉയർത്തി BJP മൂന്നാം ഘട്ടത്തെ നേരിടുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പരിങ്ങലിലാണ്. നേതാക്കളുടെ വലിയ കൊഴിഞ്ഞുപോക്കിനപ്പുറം രാഹുലിനും നെഹ്റു കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളെ മറികടക്കാൻ കോൺഗ്രസിനാകുന്നില്ല. പാരമ്പര്യ സ്വത്ത് കണ്ടുകെട്ടി സർക്കാരിന്റെ ഭാഗമാക്കുമെന്ന പ്രഖ്യാപനങ്ങളും കോൺഗ്രസിന് തിരിച്ചടിയാകും. അതിനാൽ തന്നെ മത്സരം നടക്കുന്ന 93 മണ്ഡലങ്ങളിലും താമര വിരിയിക്കാനാകുമെന്ന വിശ്വാസമാണ് BJP ക്യാമ്പുകളിൽ. ജനം, ഡൽഹി.